ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പൂക്കോട്ടുംപാടം തേൾപ്പാറയിൽ തേൻപെട്ടികൾ തകർത്ത തേൻ കുടിച്ച കരടി. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച കരടിയുടെ നീക്കം നിരീക്ഷിക്കുമെന്നും ആവശ്യമെങ്കിൽ മയക്കുവെടിവെച്ച കരടിയെ പിടികൂടുന്ന കാര്യം പരിഗണനയിലെന്നും നേരിട്ട കരടി ഭീതി നിലനിൽക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുമെന്നും നിലമ്പൂർ സൗത്ത് DFO പി പ്രവീൺ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തോട് പ്രതികരിക്കുകയായിരുന്നു സൗത്ത് DFO. അറേഞ്ച്മെൻറ്റ് നാളെ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ഒക്കെ ഒരു പരിഹാരം ഉണ്ടാവും. അപ്പോൾ അവിടെ തങ്ങാനുള്ള ഒരു അവസരം ഉള്ളതുകൊണ്ടാണ് കരടി അവിടെ നിന്നിട്ടാണ് ഈ എല്ലാ ദിവസവും കിടങ്ങി ഇത് ഒരെണ്ണം തന്നെയാണ് ഒരെണ്ണം അവിടെ ഉണ്ട്. നേരത്തെ അത് ഈ സീസൺ ആകുമ്പോൾ ഇറങ്ങി. കഴിഞ്ഞ ഒരാഴ്ചയായി തേൾപ്പാറ TK കോളനി, ആന്റണിക്കാട്, ഒളർവട്ടം ഭാഗങ്ങളിലാണ് കരടി കർഷകരുടെ തേൻപെട്ടികൾ തകർക്കുന്നത്. വനംവകുപ്പ് രാത്രികാല പെട്രോളിംഗ് തുടരുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും കൃഷിയിടങ്ങളിലെത്തി കരടി തേൻപെട്ടികൾ തകർക്കുകയാണ്. കാളികാവ് റേഞ്ചിലെ ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ വനപാലകരും RRT വിഭാഗവുമാണ് പെട്രോളിംഗ് നടത്തുന്നത്. കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് കരടി തന്നെയാണെന്നും ഇവിടെ കരടിക്ക് താമസിക്കാൻ കഴിയുന്ന വനമേഖലയുണ്ടെന്നും സൗത്ത് DFO പറഞ്ഞു. കരടിയെ കൂടുവെച്ച് പിടിക്കുക പ്രയാസകരമാണ്. മയക്കുവെടി വെച്ചാലും കരടിയുടെ ശരീരപ്രകൃതി വെച്ച് ഫലമുണ്ടാവാൻ സാധ്യത കുറവാണ്. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കരടിയുടെ വാസസ്ഥലം കണ്ടെത്തി ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടുന്നതിനാണ് മുൻഗണന നൽകുകയെന്നും DFO പറഞ്ഞു. രാത്രികാല പെട്രോളിംഗ് കഴിഞ്ഞ 6 ദിവസമായി തുടരുകയാണെന്ന് വനം RRT വിഭാഗവും പറഞ്ഞു. ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ സ്റ്റാഫും RRTയും കൂടെ ചേർന്നിട്ട് നമ്മൾ റെഗുലറായിട്ട് പെട്രോളിംഗ് നടത്തും. പിന്നെ RRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, മലപ്പുറം ജില്ലേൻ്റെ പകുതിയോളം ഭാഗത്ത് നമുക്ക് പല പല കേസുകൾ വരുന്നതാണ്. ആ സമയത്ത് നമ്മൾ പല സ്ഥലത്ത് എത്തണം. എന്നായിരുന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡ്യൂട്ടിക്കിടയിൽ എത്തുന്നുണ്ട്. രാത്രിക്ക് അവിടെ തന്നെ എത്തും. പിന്നെ രാത്രി പെട്രോളിംഗ് ഫുൾ ടൈം ഡ്യൂട്ടി തന്നെയാണ്. അതിൻ്റെ കാര്യമില്ല. നമ്മളെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വിഷയം കണ്ട സമയത്ത് നമ്മളൊക്കെ മാറി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രമുഖമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ പെട്രോളിംഗ് എന്തായാലും ഇല്ല, കണ്ടിട്ടില്ല. ആളുകൾ കണ്ടെന്ന് പറയുന്നതല്ല. ആ മതിലിന്റെ മുകളിൽ വെച്ച് കയറിയത് കണ്ടു. അല്ലാതെ തേൻകൂട് പൊളിച്ചത് കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടവരുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ കണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. നമുക്കെന്ന് വെച്ചാൽ മറ്റുള്ള ജീവി പോലെ ഇല്ലല്ലോ. കരടിയാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. നമുക്കിത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ സമയത്ത് ചെയ്യുന്നുണ്ട്. 200ഓളം കർഷക കുടുംബങ്ങളും ആദിവാസി കുടുംബങ്ങളും താമസിക്കുന്ന തേൾപ്പാറ മേഖലയിൽ കരടികൾ തേൻപെട്ടികൾ തകർക്കുന്നത് ഗൌരവമായി എടുക്കണമെന്നും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ DFOയോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതർ ആ പ്രദേശത്ത് വരുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ അവർ പെട്രോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പടക്കം പൊട്ടിക്കലും മറ്റു പ്രവർത്തികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ രാത്രി 12 മണിക്ക് ശേഷം ഒരു ഫോറസ്റ്റ് ഓഫീസറും ആ പ്രദേശത്ത് ഉണ്ടാകാറില്ല. രാത്രി ഏകദേശം പുലർച്ചെ ആകുന്ന സമയത്താണ് ഈ കരടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. നമുക്കറിയാം, റബ്ബർ കർഷകർ ഒരുപാടായിട്ട്, റബ്ബർ കർഷകരായിട്ടുള്ള ടാപ്പിംഗ് തൊഴിലാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. പുലർച്ചെ ടാപ്പിംഗ് തൊഴിലാളികൾ ടാപ്പിങ്ങിന് പോകാൻ ഭയപ്പെട്ടുകൊണ്ട് ടാപ്പിംഗ് പണിയെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ ഫുൾ ടൈം പെട്രോളിങ്, പിന്നെ അധികൃതരോട് ഞങ്ങൾ കൊടുത്ത നിവേദനം, ഫുൾ ടൈം പെട്രോളിംഗ് ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ കരടിയെ പിടിക്കാനുള്ള കൂട് സ്ഥാപിക്കണം. അതുപോലെ തന്നെ നിരീക്ഷിക്കാനുള്ള ഈ ക്യാമറ അടക്കം അവിടെ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുള്ളത്. വയനാട്ടിലെ വാഗേരിയിൽ യുവാവിനെ കടുവ കടിച്ചു കൊന്ന ശേഷമാണ് വനം വകുപ്പ് ഇടപെടലുണ്ടായത്. തേൾപ്പാറയിൽ ഈ അവസ്ഥ ഉണ്ടാവരുതെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി TMS ആഷിഫ്, സൈഫു എനാന്തി, പ്രവീഷ് അമരമ്പലം എന്നിവർ ആവശ്യപ്പെട്ടു. എന്തായാലും കരടി ശല്യത്തിന് പരിഹാരമുണ്ടാക്കാൻ നടപടിയെടുക്കുമെന്ന് DFO പി പ്രവീൺ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.